ഹലോ ഗായ്സ്, അപ്പം വിശാഖം പൂക്കളമാട്ടോ ഇന്ന്. ഈ പൂക്കളെ ഇടുന്നതിനേക്കാളും പാടി പൂ പറിക്കാനും ഇതിൻ്റെ പ്രിപ്പറേഷനുമാണ്. അപ്പോൾ ഇന്ന് ഭഗവാൻ കതിരങ്ങ് മുറിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നലെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, തുമ്പപ്പൂ കിട്ടാനില്ലാന്ന്. അപ്പോൾ യൂണിവേഴ്സ് ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ തുമ്പപ്പൂ തന്നു. അപ്പം ഈ ചെടിയൊക്കെ ഉള്ളവർക്കറിയാം, ഈ റോസ പ്രത്യേകിച്ച് റോസാപ്പൂ പറിക്കാൻ ചെടിയുടെ ഉടമസ്ഥ സമ്മതിക്കില്ല. പക്ഷേ ഇന്ന് എൻ്റെ അമ്മ എനിക്കതിന് അനുവാദം തന്നു, ഓണമായതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പം അമ്മയുടെ റോസാ ചെടിയിൽ നിന്ന് റോസാപ്പൂ പറിച്ചു. ഒരു കൊലയാട്ടോ പറിച്ചോളൂ, പാവമല്ലേ അമ്മ, അത് കാരണം ബാക്കി വെച്ചു. എന്നിട്ട് പൂവിട്ട് തുടങ്ങിയപ്പോഴത്തേനും അപ്പുറം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടുണ്ടേ, അവിടെ പൂവിട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പൂവ് എനിക്ക് കൊണ്ടുത്തന്നു. അത് കാരണം ഇന്നത്തെ എൻ്റെ പൂക്കളത്തിന് നല്ല കട്ടിയായിരുന്നു. ഒരു ലെയർ വെക്കേണ്ട അടുത്ത് ഞാൻ 3 ലെയർ വെച്ചു. ഇതോടുകൂടി അവസാനിപ്പിച്ചില്ല, ഒരു ചെമ്പരത്തിയുടെ ലെയർ കൂടെ വയ്ക്കാനുണ്ട്. പക്ഷേ അപ്പോഴത്തേനും മഴ തുടങ്ങി. അപ്പോൾ പയ്യെ ചാറ്റമഴയായിരുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ അങ്ങ് ഇട്ട് തുടങ്ങാമെന്ന് ഓർത്തപ്പോൾ അതേ പെരുമഴ തുടങ്ങി. കുറച്ച് പൂ വെച്ചപ്പോഴത്തേനും പിന്നെ ഞാൻ കുട ചൂടി കുറച്ച് വെച്ച് നോക്കി, നടക്കണില്ല, അതുപോലെ മഴ തുടങ്ങി. അപ്പോൾ ഇന്ന് എനിക്കിഷ്ടം പോലെ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെമ്പരത്തിപ്പൂ അവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയത് കാരണം അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് അത്തപ്പൂക്കളെ ഇട്ടേ, അച്ഛൻ കടയിൽ പോയി കഴിയുമ്പോഴാണ് പൂക്കളെ ഇട്ട് തീരുന്നത്. അപ്പോൾ അച്ഛനെ ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ വട്ടം എവിടെ ഇടിയെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോടും പറയുക, വട്ടമൊന്നും നോക്കരുത്, നമ്മൾ വരച്ചിട്ടല്ല ചെയ്യുന്നത്, ആ ഇമോഷൻസ് മാത്രം കാണുക. അപ്പം ഇന്നത്തെ വിശാഖം പൂക്കളം ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ പൂക്കളമായിട്ട് കാണുന്നത് വരേക്കും ബായ്.